സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുകയാണ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ 5 വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഈ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ടും മറ്റ് 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം പെരുമാതുറയിൽ ശക്തമായ കാറ്റിൽ വീടിന്റെ മേൽക്കൂര തകർന്ന റോഡിലേക്ക് വീണു. ഇടുക്കി ഡാമിലെ ജലനിരപ്പ് 2342.6 അടിയായി. മുൻ വർഷത്തേക്കാൾ 12.8 അടി കൂടുതൽ ആണിത്. അലർട്ട് വിശദാംശങ്ങളുമായി ഐഷുത്തുൽ ഷംനയും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് നിന്ന് എസ് സാരംഗും ചേരുന്നുണ്ട്. ഇടുക്കിയിലെ വിശദാംശങ്ങൾ പ്രിൻസ് ജെയിംസും നൽകും. ആദ്യം ഐഷുത്തുൽ ഷംനയിലേക്ക്. ഷംന, ഈ കാറ്റ് വലിയ തോതിൽ നാശം വിതച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കാലവർഷത്തിന്റെ തുടക്കത്തിൽ. ഇപ്പോൾ തിരുവനന്തപുരത്ത് അടക്കം അങ്ങനെ കാറ്റ് വീണ്ടും ശക്തമാകാനുള്ള സാധ്യതയുണ്ടോ? എന്തൊക്കെ മുന്നറിയിപ്പുകളാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്? തീർച്ചയായും അഭിലാഷ്, കാലവർഷം ശക്തമാവുന്നതിനോടൊപ്പം തന്നെ സംസ്ഥാനത്ത് അതിശക്തമായ കാറ്റും ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. അതായത് കേരളത്തിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തി പ്രാപിച്ചിരിക്കുന്നു. ഇതാണ് വീണ്ടും മഴ കനക്കാൻ കൂടി കാരണമായിരിക്കുന്നത്. എന്തായാലും മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിക്കാവുന്ന കാറ്റിനാണ് ഇത് ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ അതിശക്തമായ കാറ്റ് തന്നെയായിരിക്കും ഉണ്ടാവുക എന്നാണ് മുന്നറിയിപ്പ്. ഇന്ന് എന്തായാലും സംസ്ഥാനത്തെ ഒരു മഴയുടെ അലേർട്ട് നോക്കുകയാണെങ്കിൽ 5 ജില്ലകൾക്കാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ 6 ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടാണ്. മറ്റ് 3 ജില്ലകൾക്ക് യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം മുതലുള്ള ജില്ലകൾക്കാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് ഈ അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകൾക്ക് യെല്ലോ അലേർട്ടാണ്. മറ്റെല്ലാ ജില്ലകൾക്കും, അതായത് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകൾക്കൊക്കെ ഇന്ന് ഓറഞ്ച് അലേർട്ടുമാണ്. അടുത്ത 18-ാം തീയതി വരെയാണ് അതിശക്തമായ മഴ മുന്നറിയിപ്പ് ഇപ്പോൾ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 17-ാം തീയതി വരെ അതിതീവ്ര മഴ മുന്നറിയിപ്പ്, അതായത് റെഡ് അലേർട്ടുകൾ വിവിധ ജില്ലകൾക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ കാലവർഷം ആദ്യം എത്തിയപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ഇത്തവണ വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയായിരിക്കുമെന്ന്. അതേ മുന്നറിയിപ്പുകൾ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. നാളെയും മലപ്പുറം മുതൽ കാസർഗോഡ് വരെ 5 ജില്ലകൾക്ക് റെഡ് അലേർട്ട് തന്നെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒപ്പം മറ്റന്നാൾ മുതൽ മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകൾക്ക് മറ്റന്നാളും റെഡ് അലേർട്ടാണ്. അങ്ങനെ വരും ദിവസങ്ങളിൽ വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ് തന്നെയാണ് നിലനിൽക്കുന്നത്. ഒപ്പം നാളെ മറ്റെല്ലാ ജില്ലകൾക്കും ഓറഞ്ച് അലേർട്ട് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് 5 ജില്ലകൾക്ക് റെഡ് അലേർട്ടും മറ്റെല്ലാ ജില്ലകൾക്കും ഓറഞ്ച് അലേർട്ടും. അതിതീവ്ര മഴ സംസ്ഥാനത്ത് ഉടനീളം ഉണ്ടാകുമെന്നതാണ് മുന്നറിയിപ്പ്. ഒപ്പം തന്നെ വടക്ക് കർണാടകയ്ക്ക് മുകളിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. ഇതുകൂടി ഇത്തവണത്തെ മഴയ്ക്ക് കാരണമാകുന്നുണ്ട്. നമുക്കറിയാം ഇത്തവണ കാലവർഷം മഴയേക്കാൾ കൂടുതൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദവും ഒപ്പം ഇങ്ങനെ രൂപപ്പെട്ട ചക്രവാത ചുഴിയും ഒക്കെയാണ് മഴയുടെ അളവ് കൂടുതൽ ലഭിക്കാൻ കാരണം, ഒപ്പം മഴ ശക്തി പ്രാപിക്കാൻ കാരണം. ഇതൊക്കെ തന്നെയായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിലും എന്നതാണ് മുന്നറിയിപ്പ്. ഒപ്പം കാറ്റ് ശക്തമാവുന്നു, കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പുണ്ട്. 3 മീറ്റർ വരെയൊക്കെ തിരമാല ഉയർന്ന് അടിക്കാൻ സാധ്യതയുണ്ട് എന്ന് മുന്നറിയിപ്പുണ്ട്. അങ്ങനെ അതീവ ജാഗ്രത പാലിക്കണം എന്ന് തന്നെയാണ് നിർദ്ദേശം. അഭിലാഷ്, യെസ്, ഇത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഉണ്ട്. സാരംഗ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. സാരംഗ്, കാലവർഷത്തിന്റെ തുടക്കത്തിൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. സംസ്ഥാനത്ത് വ്യാപകമായി കാറ്റായിരുന്നു വലിയ തോതിൽ നാശം വിതച്ചത്. ഇപ്പോഴിതാ തിരുവനന്തപുരത്ത് വീണ്ടും കാറ്റ് ശക്തമാകുന്നുണ്ട്. എന്താണ് വിവരങ്ങൾ? നിലവിൽ തിരുവനന്തപുരം ജില്ലയിൽ യെല്ലോ അലേർട്ടാണ്. മറ്റുള്ള ജില്ലയിൽ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ നിലവിലെ സാഹചര്യം കുറച്ചെങ്കിലും ഭേദമാണെങ്കിലും പക്ഷേ കാറ്റ് കനത്ത വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ഒപ്പം തന്നെ കടലാക്രമണം, പല ഭാഗത്തും ശക്തമായ തിരമാലകൾ മൂലം കടലാക്രമണമുണ്ട്. അതേപോലെ തന്നെ ഇന്നലെ നമുക്കറിയാം മുതലപ്പുഴ ഭാഗത്ത് ബോട്ട് മറിഞ്ഞുള്ള അപകടത്തിൽ 2 മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ ശംഖുമുഖം ഭാഗത്ത് കനത്ത രീതിയിൽ കടലാക്രമണമുണ്ട്. അതുപോലെ തന്നെ തീരം ഇല്ലാത്ത രീതിയിലേക്ക് കടലാക്രമണം വരുന്നു. സംരക്ഷിതമായ കെട്ടിടങ്ങൾ ഒരുപാടുള്ള മേഖലയാണ് ശംഖുമുഖം, ആ ഭാഗത്തുള്ള തീരങ്ങൾ. ആ ഭാഗത്തൊക്കെ കടലാക്രമണം ശക്തമായുണ്ട്. നിലവിൽ ഇപ്പോൾ തിരുവനന്തപുരം ഭാഗത്ത് പല ഭാഗങ്ങളിലും ഒറ്റപ്പെട്ട മഴയുണ്ട്. ഒപ്പം തന്നെ കാറ്റ് ഇതിന് മുൻപേ, അതായത് മെയ് മാസത്തിന്റെ പകുതി ഭാഗത്ത് ഉണ്ടായിരുന്ന കാറ്റ് പോലെ അത്ര ശക്തമായിട്ടല്ലെങ്കിലും ഇടവിട്ടുള്ള ചെറിയ കാറ്റുകളുണ്ട്. അതുപോലെ തന്നെ മരങ്ങൾ ചില ഭാഗങ്ങളിൽ പൊട്ടി വീഴുന്ന കാഴ്ചകൾ, സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിലവിൽ മറ്റു ജില്ലകളെ അപേക്ഷിച്ച് മഴ കുറവാണെങ്കിലും മഴ മൊത്തമായി വിട്ടുമാറി നിൽക്കുന്ന ഒരു സാഹചര്യമല്ല. പല ഭാഗങ്ങളിലും ഒറ്റപ്പെട്ട മഴയുണ്ട്. മഴ നമുക്കറിയുന്ന പോലെ തന്നെ പല ഭാഗങ്ങളിലും മരങ്ങൾ വീണിട്ടുള്ള അപകടങ്ങൾ വീണ്ടും തുടരുന്നുണ്ട്. ഇതിനു മുൻപ് തന്നെ ഉണ്ടായ കനത്ത മഴ തുടർന്ന സമയത്ത് പരക്കെ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടുകളും അതേപോലെ തന്നെ മരങ്ങൾ വീണുകൊണ്ടുള്ള
അപകടങ്ങളും ഉണ്ടായിരുന്നു. അതിനുശേഷം അതൊക്കെ മുറിച്ചു നിൽക്കും, അതിന്റെ വേണ്ട കൃത്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും സർക്കാരിന്റെ ഭാഗത്ത് നീക്കം ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും കൃത്യമായി മുഴുവനായും അത് പാലിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം പല ഭാഗത്തും ഇപ്പോഴും വീടിന്റെ മുകളിലേക്കൊക്കെ മരങ്ങൾ വീണിട്ടുള്ള അപകടങ്ങൾ ഇപ്പോഴും തുടർക്കഥയാവുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന പ്രസ് ക്ലബിന് സമീപത്തുള്ള അപകട ഭീഷണി ഉയർത്തുന്ന മരം പോലും അന്ന് നമ്മൾ വാർത്ത നൽകിയതാണ്. 2 മരങ്ങൾ ഇപ്പോഴും അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. ഒരു മരം പ്രസ് ക്ലബിന്റെ മുകളിലേക്ക് മറിഞ്ഞു വീണ് ഒരു തലനാരിഴയ്ക്ക് വലിയൊരു അപകടം ഇല്ലാതായിരുന്നു. അത്തരത്തിലുള്ള 2 മരങ്ങൾ ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അവ സെക്രട്ടേറിയറ്റിന് തൊട്ടടുത്ത് തന്നെയാണ്. അതുപോലും മുറിച്ചു മാറ്റാനുള്ള ഒരു സാഹചര്യം നിലവിൽ ഉണ്ടായിട്ടില്ല. ഇത്തരത്തിലുള്ള അപകട ഭീഷണി ഉയർത്തുന്ന പല മരങ്ങളും പല ഭാഗങ്ങളും നിലവിൽ തലസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലുണ്ടെങ്കിലും അതിലൊന്നും കൃത്യമായ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. നിലവിൽ യെല്ലോ അലർട്ട് ആയതുകൊണ്ട് തന്നെ ശക്തമായ ഒരു മഴയോ കാറ്റോ ഒന്നും നിലവിൽ ജില്ലയുടെ പല ഭാഗത്തും അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ മഴ തുടരുന്ന സാഹചര്യമാണ് നിലവിൽ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള വിവരം. അതാണ്, സംസ്ഥാനത്ത് പലയിടങ്ങളിലും മഴ തുടരുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ അടക്കം ഇപ്പോഴും മഴ, അതോടൊപ്പം തന്നെ കാറ്റ് വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ജാഗ്രത പാലിക്കേണ്ട സമയമാണ്. അതേസമയം ഇടുക്കി ഡാമിന്റെ ജലനിരപ്പ് 2342.6 അടിയായിട്ടുണ്ട്. ഇത് മുൻ വർഷത്തേക്കാൾ 12.8 അടി ഈ സമയത്ത് കൂടുതൽ ആണ് എന്നുള്ളതാണ്. പ്രിൻസ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. പ്രിൻസ്, ഈ ജലനിരപ്പ് മറ്റേതെങ്കിലും തരത്തിൽ ആശങ്ക ഉയർത്തുന്നുണ്ടോ? അഭിലാഷ്, നിലവിൽ ഇടുക്കിയും മുല്ലപ്പെരിയാറും അടക്കമുള്ള പ്രധാന അണക്കെട്ടുകളിലേക്ക് ശക്തമായ നീരൊഴുക്കുണ്ടെങ്കിലും ജലനിരപ്പിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. ഈ പ്രധാന അണക്കെട്ടുകൾ തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. 2364 അടിയിലേക്കൊക്കെ ഉയർന്നെങ്കിൽ മാത്രമേ ബ്ലൂ അലർട്ടിലേക്ക് എത്തിയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. അതിന് ദിവസങ്ങളോളം ഇനിയും വേണ്ടി ഒരു അതിശക്തമായ മഴ തുടർച്ചയായി പെയ്തെങ്കിൽ മാത്രമേ ആ ഒരു സാഹചര്യം ഉണ്ടാവൂ. എന്നാൽ ചെറുകിട അണക്കെട്ടുകളായ കല്ലാർകുട്ടിയിൽ നിന്നും ലോവർ പെരിയാറിൽ നിന്നും നിലവിൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. ഒപ്പം ചെങ്കുളം അണക്കെട്ടുമൊക്കെ പരമാവധി സംഭരണശേഷിയിലേക്ക് എത്തുകയാണ്. ഇടുക്കിയുടെ ഡൈവേഷൻ അണക്കെട്ടുകളായ ഇരട്ടിയാറിലും കല്ലാറിലുമൊക്കെ വരും ദിവസങ്ങൾ ശക്തമായ മഴ പെയ്താൽ വീണ്ടും ഈ ഡാമുകൾ പരമാവധി സംഭരണശേഷിയിലേക്ക് എത്താൻ ഒരു സാഹചര്യം കൂടിയുണ്ട്. എങ്കിലും നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ ഇടുക്കി മുല്ലപ്പെരിയാർ അടക്കമുള്ള പ്രധാന അണക്കെട്ടുകളിൽ ആശങ്കപ്പെട്ട ഒരു സാഹചര്യവും ഇല്ല. ഒപ്പം മറ്റ് അണക്കെട്ടുകളിലേക്ക് ചെറുകിട അണക്കെട്ടുകളുടെ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ടെങ്കിൽ പോലും ഈ വരും ദിവസങ്ങളിലൊക്കെ മഴ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തന്നെ ഈ അണക്കെട്ടുകളിൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നതിന്റെ അളവ് കുറയ്ക്കാനും സാധിക്കുമെന്നുള്ള കാര്യമാണ്. അപ്പം ഇന്ന് ഒക്കെ പുലർച്ചെ മുതൽ മഴ പെയ്യുന്നുണ്ടെങ്കിലും ഇടവിട്ട് മഴ ശക്തമാകുന്ന സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ചും ഹൈറേഞ്ചിലെ വിവിധ മേഖലകളിലെല്ലാം മഴ തുടർച്ചയായി പെയ്യുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന സമാനമായ രീതിയിൽ അതിശക്തമായ ഒരു മഴ ഇല്ലെന്ന് തന്നെ പറയാം. പക്ഷെ മഴ തോരുന്നില്ല, തുടർച്ചയായി മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. മഴയ്ക്കൊപ്പം കാറ്റ് ഇല്ലാത്തത് വലിയ ആശ്വാസകരമാണ്. ഇത് വലിയ അപകടങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ മെയ് മാസം അവസാന ദിവസങ്ങളിലൊക്കെ മഴയ്ക്കൊപ്പം അതിശക്തമായ കാറ്റ് വീശിയത് വലിയ അപകടങ്ങൾക്കൊക്കെ ഇടവരുത്തിയിരുന്നു. വലിയ ലക്ഷക്കണക്കിന് രൂപയുടെ കാർഷിക നാശത്തിനും ഇടവരുത്തിയിരുന്നു. എന്നാൽ ആ ഒരു സാഹചര്യം നിലവിലില്ല. കാറ്റ് നേരിയ ശമനമുണ്ട്, അത് വലിയ ആശ്വാസകരമാണ്. ഇതോടൊപ്പം തന്നെ 17-ാം തീയതി വരെ ശക്തമായ മഴ ഇടുക്കി ജില്ലയിൽ ഉണ്ടാകുമെന്നൊരു സാഹചര്യം ഉള്ളതിന് തന്നെ ശക്തമായ ഒരു ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം പുറപ്പെടുവിച്ചിരിക്കുന്നു. പ്രധാനമായും ജലവിനോദങ്ങൾക്കൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ഖനന പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. ഗ്യാപ് റോഡ് വഴിയുള്ള രാത്രികാല യാത്ര നിരോധനവും നിലവിൽ വന്നിട്ടുണ്ട്. 17-ാം തീയതി വരെ മൂന്നാർ ഗ്യാപ് റോഡ് വഴി യാത്ര നിരോധിച്ചിട്ടുണ്ട്. പ്രധാനമായും മഴ ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ ഗ്യാപ് റോഡിൽ രാത്രികാലങ്ങളിൽ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഗ്യാപ് റോഡിൽ യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. 17-ാം തീയതി വരെ തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അഭിലാഷ്, ഇത്തരത്തിൽ ജലനിരപ്പ് ഉയരുമ്പോഴും ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിൽ ഇല്ല എന്നാണ് പ്രിൻസ് സൂചിപ്പിക്കുന്നത്. പ്രിൻസ് പറഞ്ഞതുപോലെ കാലവർഷം ഇത്തവണ നേരത്തെ എത്തിയിരുന്നു, മെയ് അവസാനത്തോടു കൂടി തന്നെ എത്തിയിരുന്നു. ആ സമയത്ത് അതിശക്തമായ കാറ്റ് വലിയ തോതിൽ ഒക്കെയുള്ള ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചിരുന്നു സംസ്ഥാനത്ത്. ഇടുക്കിയിലെ മഴക്കാഴ്ചകളിൽ പ്രത്യേക സ്ഥാനമുണ്ട് കല്ലാർകുട്ടി ജലാശയത്തിന്. മൺസൂണിൻ്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ നിറയുന്ന ജലാശയങ്ങളിൽ ഒന്നാണിത്. കല്ലാർകുട്ടി ഡാമിൽ നിന്നും വെള്ളം പുറത്തേക്ക് ഒഴുകുന്ന കാഴ്ച മഴക്കാലത്ത് ഇടുക്കിയിലേക്ക് എത്തുന്ന സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നതാണ്. ഓരോ മഴക്കാലത്തും ജില്ലയിൽ ആദ്യം തുറക്കുന്ന ഡാമുകളിലൊന്നാണ് കല്ലാർകുട്ടി. ഷട്ടർ തുറന്ന് വെള്ളം പുറത്തേക്കൊഴുകുന്നത് നാട്ടുകാർക്ക് പുതുമയുള്ള കാര്യമല്ലെങ്കിലും സഞ്ചാരികൾക്ക് കൗതുക കാഴ്ചയാണ്. കല്ലാർകുട്ടി വഴി സഞ്ചരിക്കുന്ന മിക്കവരും ഇവിടെ അല്പനേരം സമയം ചെലവഴിച്ച് കാഴ്ചകൾ ആസ്വദിച്ചാണ് യാത്ര തുടരുക.
മലമടക്കുകൾക്കിടയിലൂടെ വന്യത പൂണ്ടൊഴുകുന്ന മുതിരപ്പുഴയുടെ കാഴ്ചയും മനോഹരമാണ്. ന്യൂസ് 18 ഇടുക്കി.